ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങനെ മടിച്ചിട്ട് അങ്ങനെ ബാക്കോട്ട് നിന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഫസ്റ്റ് എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ഓണായി. പക്ഷേ പിന്നെ എന്തോ പറയാ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം കാരണം എൻ്റെത് മോണിറ്റൈസേഷൻ ഓഫായിപ്പോയി. അന്നൊന്നും നമുക്ക് യൂട്യൂബിനെ കുറിച്ച് അങ്ങനെ ഐഡിയകളില്ല. വീഡിയോസ് എങ്ങനെ ഇടാന്നോ എന്താന്നോ ഒന്നുമില്ല. ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് അറിയാം. ഷോർട്സിലാണെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് കോപ്പിറൈറ്റ് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. അന്ന് അറിയാൻ അതറിയില്ല. അപ്പം അങ്ങനെ അറിയാതെ ചെയ്തു പോയതായിരുന്നു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ആരായാലും മോണിറ്റൈസേഷൻ ഓൺ ആവണം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഏണിങ്സ് എന്നുള്ളൊരു സംഭവം വെച്ചിട്ടാണല്ലോ എല്ലാവരും ഇതിലേക്ക് വരുന്നത്. മിക്ക ആൾക്കാരും വരുന്നത് പാഷന് ആയതുകൊണ്ട് മാത്രമല്ല, ഏണിങ്സ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് ഒറ്റ അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലരുണ്ട് ഷോർട്സ് മാത്രം ഇടുന്നവർ. ഞാൻ ഷോർട്സ് ഇടുന്ന ഒരാളാണ്. ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ കയറി കണ്ടാൽ നിങ്ങൾക്ക് വിരലിൽ എണ്ണാവുന്ന അത്രേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ലോങ് വീഡിയോ അങ്ങനെ ഇടാറില്ല. ഷോർട്സ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഏണിങ്സ് മോണിറ്റൈസ്ഡ് ആവാൻ പറ്റില്ല എന്നല്ല. ഷോർട്സ് മാത്രം ഇട്ടാലും നമുക്ക് മോണിറ്റൈസ്ഡ് ആവാൻ പറ്റും. പക്ഷെ നമ്മൾ മില്യൺസ് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ നമുക്കത് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് സംഭവിച്ചതുപോലെ ഞാൻ ഹാഫ് മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ആണെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഞാൻ യൂട്യൂബ് നിർത്തണോ, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ മുന്നോട്ട് പോന്നു. എനിക്ക് അവിടെ ഒരു അബദ്ധം പറ്റിയത്, വീഡിയോസ് ഈ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഒരേ ടൈമിൽ തന്നെ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഡിലീറ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ ഒരു ദിവസം തന്നെ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിന് പണി കിട്ടും. നമ്മുടെ വാച്ച് അവർ കുറയും, നമ്മുടെ വ്യൂവേഴ്സ് പോവും. പിന്നെ നമ്മുടെ ചാനൽ ഫ്രീസായി അവിടെ നിൽക്കും, നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരു മണ്ടത്തരാണ്. പക്ഷെ അത് എൻ്റെ ചാനലിൽ അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പം അത് റെഡിയായി. നമ്മൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് അത് വേറെ ആരെങ്കിലും ഇട്ടിട്ടുള്ള വീഡിയോ ആണോ, അല്ലെങ്കിൽ ആ മ്യൂസിക് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റിൻ്റെ പ്രശ്നമോ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നില്ല. പിന്നെ ഈ ഒരു ഡിലീറ്റ് ആക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ചാനൽ പഴയതുപോലെ ആക്കി കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. 1 year എങ്കിലും എടുത്തിട്ടുണ്ടാവും എൻ്റെ ചാനൽ വ്യൂവേഴ്സ് ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. വേറൊന്നുമല്ല, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പം നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് അത് ഭയങ്കരമായിട്ട് പണി കിട്ടും. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.